സൈബർ തട്ടിപ്പിൻ്റെ വലയിൽ വീണും ഡിജിറ്റൽ അറസ്റ്റിൽപ്പെട്ട് പണം നഷ്ടപ്പെട്ടവരെക്കുറിച്ചുമെല്ലാം നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പരാതികളും നമ്മുടെ സംസ്ഥാനത്ത് നിരവധിയായി ഉയർന്നു വരാറുമുണ്ട്. എന്നാൽ പണി തരാൻ വന്നവരെ പൊളിച്ചടുക്കിയ ഒരു മിടുക്കൻ്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി അശ്വക് ഘോഷ്. അശ്വക് ഘോഷ്, എങ്ങനെയാണ് ഈ പണി തരാൻ വന്നവരെ പൊളിച്ചടുക്കിയത്? ആ കഥയെന്ന് നമുക്ക് പറഞ്ഞു തരൂ. എനിക്ക് ആദ്യം ട്രായിൽ നിന്ന് പറഞ്ഞിട്ടാണ് കോള് വരുന്നത്. ഏകദേശം ഉച്ചയോട് കൂടി ട്രായിൽ നിന്നാണെന്ന് പറഞ്ഞൊരു കോള് വരുന്നു. ഏകദേശം 2 മണിക്കൂറിൽ നിങ്ങളുടെ സിമ്മ് കോൾ എടുത്തതേ മനസ്സിലായി, ഓക്കെ തട്ടിപ്പുകാരാണ്. കാര്യം ട്രായിൽ നിന്നും മറ്റും ഇങ്ങനൊരു കോള് വരില്ല എന്നുള്ളത് തന്നെ ആദ്യമേ ധാരണയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് കോള് ട്രായിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു എന്ന് പറഞ്ഞു. ട്രായിലൊരു ഉദ്യോഗസ്ഥനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ട്രായിലേക്ക് കൊടുത്തു. അപ്പം അവിടുന്ന് ഒരു ഉദ്യോഗസ്ഥൻ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ സിം ഉപയോഗിച്ച് നിങ്ങളുടെ ID കാർഡുകൾ ഉപയോഗിച്ച് ഒരു സിം എടുത്തിട്ടുണ്ട്. ആ സിമ്മിൽ നിന്ന് കുറേ അധികം ഇല്ലീഗലായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രശ്നത്തിലാണെന്ന് പറയുന്നു. അപ്പോൾ ഞാനല്ല ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേനും ഇവർ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഇത് സൈബർ ക്രൈമിൽ ബോധിപ്പിക്കേണ്ട കാര്യമാണെന്ന് പറയുന്നു. എന്നിട്ട് ഈ കോള് സൈബർ സെല്ലിലെ ഒരു ഉദ്യോഗസ്ഥനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ അവിടെ ബോധിപ്പിക്കാൻ വേണ്ടി കുറേ FIR നമ്പറും മറ്റ് കാര്യങ്ങളും എല്ലാം നമ്മുടെ തന്നിട്ടാണ് കൊടുക്കുന്നത്. സൈബർ സെല്ലിലെ സാറിലേക്ക് കണക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു ആൾ ഫോൺ എടുക്കുന്നു. അദ്ദേഹം ഫോൺ എടുത്തിട്ട് ഇതേപോലെ ഈ കാര്യങ്ങളെല്ലാം പുള്ളി ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പറയുന്നു, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി, നിങ്ങൾ 2 മണിക്കൂറിനുള്ളിൽ മുംബൈ സ്റ്റേഷനിലെത്തി ഈ കാര്യങ്ങൾ മുഴുവൻ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ മൊഴി നൽകണം എന്ന് പറയുന്നു. 2 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റില്ല എന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. അവർക്കും അത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ പറയുമ്പോൾ അവർ പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ വന്ന് മൊഴി നൽകിയാൽ മതി എന്ന് പറയും. അങ്ങനെ നമ്മളെ ഓൺലൈനിലേക്ക് വിളിക്കും. ഓൺലൈനിലേക്ക് വിളിച്ച് കഴിയുമ്പോൾ സ്കൈപ്പ് പ്ലാറ്റ്ഫോമാണ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം സ്കൈപ്പിൽ നമ്മൾ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ തന്നെ സൈബർ ക്രൈം മുംബൈ എന്നാണ് എഴുതി കാണിക്കുന്നത്. സൈബർ ക്രൈം മുംബൈയുടെ അതിലേക്ക് പോകുന്നു. അപ്പം അവർ നമ്മളെ ഇങ്ങോട്ട് വിളിക്കുന്നു. വിളിച്ചു കഴിയുമ്പോൾ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ ഇരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അദ്ദേഹം പുള്ളിയുടെ ഐഡൻറ്റിറ്റി, പുള്ളി സൈബർ ക്രൈമിൽ ഇൻസ്പെക്ടറാണെന്നും പുള്ളിയുടെ ഗവൺമെൻറ് ID നമ്മളെ ആദ്യമേ കാണിച്ച് ബോധ്യപ്പെടുത്തും, വിശ്വസിപ്പിക്കാൻ വേണ്ടി. ഫുൾ പ്ലാൻഡ് ആണ്, സെറ്റിട്ട പരിപാടിയാണ്. നാടകത്തിന് സെറ്റിട്ടിരിക്കുന്ന നാടകത്തിൻ്റെ സ്ക്രിപ്റ്റിനേക്കാളും അടിപൊളിയാണ് ഇവരുടെ സ്ക്രിപ്റ്റ്. ഇവർക്ക് എല്ലാ കാര്യങ്ങളും വെൽ പ്ലാൻഡ് ആണ്. അപ്പോൾ അങ്ങനെയാണ് ഇവർ മുമ്പോട്ടേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നമ്മുടെ പേരോ നമ്മുടെ യാതൊരു വിധത്തിലുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവർക്ക് അറിയില്ലായിരിക്കും. നമ്മൾ കൊടുക്കുന്നത് എന്താണോ, നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്താണോ അതായിരിക്കും അവർ പിന്നെ ഉപയോഗിക്കാൻ പോകുന്ന മൊത്തം കാര്യങ്ങളും. ഞാനിപ്പോൾ എൻ്റെ പേര് പോലും അല്ല പറഞ്ഞു കൊടുത്തത്, വ്യാജ പേരും അതേപോലെ തന്നെ ഒരു വ്യാജ ID നമ്പറൊക്കെ കൊടുത്തപ്പോൾ തന്നെ ഇവരത് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് സംഭാഷണങ്ങൾ മുഴുവൻ ഒരു വോക്കി ടോക്കിയിലൂടെ സംസാരിക്കുന്ന പോലെയൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ഒരു പോലീസ് സ്റ്റേഷൻ്റെ അന്തരീക്ഷം നമ്മളെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി ഉള്ള എല്ലാ കാര്യങ്ങളും അവരോട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയി ചായ മേടിച്ചിട്ട് ഉച്ച കഴിഞ്ഞു എന്ന് പറയുന്നതും ബാക്കി പെൻഡിങ് കേസുകളെല്ലാം പെട്ടെന്ന് തീർക്കണമെന്ന് പറയുന്ന എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും. ഒരു സാധാരണക്കാരനാണെങ്കിൽ എന്തായാലും വിശ്വസിച്ച് പോകും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ. അപ്പോൾ എന്നിട്ട് ഈ ഞാൻ കൊടുത്ത ID നമ്പറും പേരും എല്ലാം കറക്റ്റാണെന്ന് അവർ വെരിഫൈ ചെയ്ത് പറയുന്നു. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, കറക്റ്റാണ്. നിങ്ങളുടെ പേരിൽ 24 പെൻഡിങ് കേസുണ്ട്, ക്രിമിനൽ കേസുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഡിജിറ്റൽ അറസ്റ്റിലാണെന്ന് അപ്പോഴാണ് പറയുന്നത്. അപ്പോൾ അതുവരെ മൊഴിയെടുക്കാൻ വിളിച്ച് നമ്മളെ നേരെ ഡിജിറ്റൽ അറസ്റ്റിലേക്ക് ആക്കുകയാണ്. നിങ്ങളവിടെ നിന്ന് എണ്ണിക്കാൻ പാടില്ല, ആരുമായിട്ട് സംഭാഷണം വരാൻ പാടില്ല, ഇത്ര മണിക്കൂറിനുള്ളിൽ നിങ്ങളെ അടുത്തുള്ള സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറയാം. അപ്പം നമ്മൾ അയ്യോ ഞാനല്ല ചെയ്തേക്കുന്നതെന്നൊക്കെ പറയുമ്പോഴും അവർ പറയുന്നില്ല, നിങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് വേണം, ബാക്കി കാര്യങ്ങൾ വേണം, ഏതൊക്കെ ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവർ നമ്മോട് ചോദിക്കും. നമ്മളൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ആദ്യമേ പറ്റിക്കുന്നതാണെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഞാൻ സംഭാഷണങ്ങൾ മുഴുവൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവസാനം എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ ID കാർഡൊക്കെ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞേക്കുന്ന പേരും ID പ്രൂഫും എല്ലാം വ്യാജമാണ്. അപ്പോൾ ഒന്നും കയ്യിലില്ലാഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും അവസാനം എന്നിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇടയ്ക്ക് നമ്മുടെ തൃശ്ശൂർ സൈബർ സെല്ലിൽ ഒരു സാറിന് ഇതേപോലൊരു കോൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ എൻ്റെ സിസ്റ്റത്തിൽ കിടന്ന് ഞാൻ തിരിച്ച് ഇവർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. കാണിച്ചു കൊടുത്തപ്പോഴത്തേനും അവർക്ക് മനസ്സിലായി, ഓക്കെ പണി കിട്ടി, ഇത് ഇവർക്കിട്ട് കിട്ടിയ പണിയാണെന്ന് മനസ്സിലായിട്ട് അവർ പോവുമായിരുന്നു. ഏകദേശം അവരുടെ 2 മണിക്കൂർ കളഞ്ഞ എൻ്റെ വിഷമം അവർക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. അവർ ഹിന്ദിയിലും അവർക്കറിയാവുന്ന ഭാഷയിലും ഒക്കെ കുറേ ചീത്തയൊക്കെ വിളിച്ചിട്ടാണ് പോയത്. എന്നിട്ട് അവർ തന്നെ കോള് കട്ടിയിട്ട് പോവുമായിരുന്നു. ഇതിപ്പോൾ അച്ഛനാണല്ലോ ഈ കോൾ വരുന്നത്. അപ്പോൾ അച്ഛൻ കോൾ അറ്റൻഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അശ്വക് ഘോഷിന് തരുമായിരുന്നോ ഡീൽ ചെയ്യാനായിട്ട്? ഇത് കോള് ആദ്യം വരുന്നത് തന്നെ ഒരു കമ്പ്യൂട്ടർ കോള് പോലെയാണ് വരുന്നത്. ഇങ്ങനെ നിങ്ങളുടെ നമ്പർ ഇത്ര മണിക്കൂറിനുള്ളിൽ ക്യാൻസൽ ആകുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം 1-2 അമർത്താൻ ആ പറഞ്ഞുള്ള സെറ്റപ്പായിരുന്നു. അപ്പോൾ അത് വന്നത് അച്ഛൻ എൻ്റെ കൊണ്ടുവന്ന് തന്നു. ഞാനാണ് ബാക്കി ഫുൾ മുമ്പോട്ടേക്ക് ഒരു ശരിക്കും അവരുടെ കെണിയിൽ പെട്ടു എന്നുള്ള രീതിയിൽ അഭിനയിച്ചുകൊണ്ട് ബാക്കി മുമ്പോട്ടേക്ക് പോയത്. 2 മണിക്കൂർ നീണ്ടു നിന്ന ഒരു സൈബർ മിഷൻ എന്ന് പറയാം. അപ്പോൾ ഇവർക്ക് ഏത് ഘട്ടത്തിലാണ് ഞങ്ങൾ പെട്ടു എന്ന് തോന്നിയത്? ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേ ഇവരുടെ പ്ലാൻ ഫ്ലോപ്പായി എന്ന് മനസ്സിലായി കാണുമോ?
ഇല്ല, ഇത് തീരുന്നതിൻ്റെ അവസാനത്തെ 10 മിനിറ്റിൽ മാത്രമാണ് അവർക്കിത് മനസ്സിലായത്. കാര്യം അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഓക്കെ അതേപടി ചെയ്യുന്നു. അവർ നിങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പം അയ്യോ അറസ്റ്റ് ചെയ്യല്ലേ സാറേ എന്നൊക്കെ തിരിച്ചങ്ങോട്ട് ചോദിച്ചു കഴിയുമ്പം അവർ സ്വാഭാവികമായിട്ട് വിശ്വസിച്ച് പോകും. അവരതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് ഏറ്റവും അവസാനം വരെ പോയത്. ഈ ID കാർഡും കൂടെ ചോദിച്ചില്ലായിരുന്നെങ്കിൽ അവർ അവസാനം പൈസ ചോദിക്കുന്നത് വരെ എത്തിച്ചേനെ. അപ്പോൾ ലാസ്റ്റ് വരെ അവരുടെ കൂടെ അശ്വഘോഷ് ആ നാടകത്തിന് ഫ്ലോ കൊടുത്തങ്ങ് നിന്നു. അങ്ങനെ അവർക്ക് ലാസ്റ്റേ മനസ്സിലായുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ്, മോശമായിട്ട് റിയാക്ട് ചെയ്യുമായിരുന്നോ, മോശമായി സംസാരിക്കുകയൊക്കെ ചെയ്തോ? അത് ഏറ്റവും അവസാനം മാത്രമാണ് ഇവർക്ക് ഈ ഒരു സംഭവം മനസ്സിലാകുന്നത്. ഇവരുടെ വിലപ്പെട്ട 2 മണിക്കൂറുകൾ പോയതിൻ്റെ വിഷമം അവർക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. കാര്യം എല്ലാ ദിവസവും ഇവർ എല്ലാവരെയും വിളിച്ച് പറ്റിക്കുന്നുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, തിരിച്ചൊരു പറ്റിക്കൽ കിട്ടേണ്ടതായിട്ടുള്ള വിഷമങ്ങളെല്ലാം അവർ തീർത്തിട്ടുണ്ടായിരുന്നു. അവർക്കറിയാവുന്ന ഭാഷയിലെല്ലാം ചീത്ത വിളിക്കുകയും മറ്റെല്ലാം ചെയ്തിട്ടാണ് പോയത്. നമ്മൾ മലയാളത്തിലും അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. ലാസ്റ്റ് ലൈവ് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് അവർക്ക് ഭയങ്കര അതെ പണി പാളിയെന്ന് മനസ്സിലായി അവർ കോൾ കട്ട് ചെയ്തിട്ട് പോകുമായിരുന്നു. ഞാൻ ഈ അശ്വഘോഷ് ഡീൽ ചെയ്യുന്ന വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ നീ മലയാളത്തിൽ പറയടാ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് സൈബർ മേഖലയായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ BCA ഗ്രാജുവേറ്റ് ആണ്. ആൻഡ് പണ്ട് തൊട്ടേ എനിക്ക് സൈബർ സെക്യൂരിറ്റി ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. ആൻഡ് അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയും ചർച്ച ചെയ്യുകയും അതേപോലെ തന്നെ ആ ഒരു മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയൊരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിതിൽ പേടിക്കേണ്ടതായിട്ടുള്ള യാതൊരു വിധ സംഭവങ്ങളും വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഹിന്ദിയിലാണ് ഇങ്ങോട്ട് സംസാരിക്കുന്നത്, പിന്നെ എന്തുകൊണ്ട് നമുക്ക് മലയാളത്തിൽ അങ്ങോട്ട് സംസാരിച്ചുകൂടാ എന്നുള്ളൊരു ഇത് വന്നുകൊണ്ട് മാത്രമാണ് മലയാളത്തിൽ സംസാരിച്ചത്. പഠിക്കുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ ദിവസം തോന്നുന്നു അല്ലേ? അതെ, ഞാൻ കുറച്ച് ഇങ്ങനെ സൈബർ മേഖലയിൽ സൈബർ സെക്യൂരിറ്റി റിസർച്ചറൊക്കെയാണ്. അപ്പോൾ ആ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ധാരണയുണ്ട്. ഇനി എന്താ ഫ്യൂച്ചർ പരിപാടി, എന്താ സൈബർ മേഖല തന്നെ പിടിക്കാനാണോ? തീർച്ചയായിട്ടും എനിക്ക് പണ്ട് തൊട്ടേ ഇൻട്രസ്റ്റ് ഉള്ള മേഖല അതാണ്. ആൻഡ് ഇനിയും അതിലേക്ക് തന്നെ കരിയർ കൊണ്ടുപോകാനാണ് താല്പര്യം. ഓക്കെ, അപ്പോൾ അടിപൊളി. എന്തായാലും അശ്വഘോഷ് ഒരു പ്രചോദനമാണ്. അശ്വഘോഷിനെ മാതൃകയാക്കുകയാണ് നമ്മൾ വേണ്ടത്. സാധാരണ ഇങ്ങനെയുള്ള കെണിയിൽപ്പെട്ട് പണം നഷ്ടപ്പെട്ട് പരാതികൾ പറയുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പണി തരാൻ വന്നവരെ നല്ല പ്രാക്ടിക്കലായി തന്നെ അവർക്ക് ഇരട്ടി നല്ലൊരു പണി കൊടുത്ത് അവരുടെ ഇന്നത്തെ ദിവസം നശിപ്പിച്ച് സ്റ്റാറായിരിക്കുകയാണ് പേരൂർക്കട സ്വദേശി അശ്വഘോഷ്. പേരൂർക്കടയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷ് ജോസിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.